പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നഭോമണ്ഡലത്തിൽ വാൽക്കണ്ണാടിയുടെ രൂപത്തിലുള്ള 8 നക്ഷത്രങ്ങളുടെ സമൂഹമാണ് പൂയം നക്ഷത്രം. പാദദോഷമുള്ള നാളുകളിൽ ഒന്നാണ്. പൂയം നാളിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുന്നവർ തനിക്ക് തന്നെയും, രണ്ടാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ മാതാവിനും, മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ പിതാവിനും, നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ അമ്മാവനും ആപത്തുണ്ടാക്കുമെന്ന് ജ്യോതിഷശാസ്ത്രം പറയുന്നു. പൂയം നക്ഷത്രവും പ്രതിപദം തിഥിയും കർക്കിടക ലഗ്നവും ബുധനാഴ്ചയും ഒത്തുവന്നാൽ മാത്രമേ പൂയം നാളിന് ഈ പറഞ്ഞിരിക്കുന്ന ദോഷം അനുഭവപ്പെടുകയുള്ളൂ. പൂയം നാളുകാർ ഏകാന്തം ഇഷ്ടപ്പെടുന്നവരും ചഞ്ചല സ്വഭാവമുള്ളവരും കോപിഷ്ഠരും ശത്രുനാശം വരുത്തുന്നവരുമായിരിക്കും. ഉറച്ച ഒരു ലക്ഷ്യബോധം ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. സുഹൃത്തുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും അടിയുറച്ച ദൈവവിശ്വാസികളും സാമാന്യമായ സാമ്പത്തിക ശേഷിയോടു കൂടിയവരുമായിരിക്കും. 4-ാം രാശിയിൽ പൂയം നക്ഷത്രം നിൽക്കുന്നതിനാൽ മാതാവ്, ഗൃഹം, വാഹനം, മനഃസുഖം എന്നിവയോട് അതിയായ താല്പര്യമുള്ളവരും കൂടാതെ താമസ സ്ഥലത്തിനോട് അടുത്ത് തന്നെ വസിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. സഞ്ചാരപ്രിയരായാണ് പൂയം നാളുകാരിലധികവും കണ്ടുവരുന്നത്. ഏതൊരു ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് മുന്നേറുവാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ്. ശനിയുടെ നക്ഷത്രമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇവർക്കുള്ളത്. അനുനയത്തിലൂടെയല്ലാതെ നിർബന്ധിച്ച് ഇവരെ വശീകരിക്കാൻ പ്രയാസമാണ്. അച്ചടക്കമുള്ളവരാണെങ്കിലും തന്നിഷ്ടവും മുൻകോപവും ഉള്ളവരുമായിരിക്കും. വീടിനോടും വീട്ടുകാരോടും വലിയ അടുപ്പമുള്ളവരായിരിക്കും. എടുത്തുചാടി എന്തും പ്രവർത്തിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിയായ അനുകമ്പയുള്ളവരായിരിക്കും. അന്യരുടെ ജീവിതശൈലി അനുകരിക്കുന്നവരും ഇടനിലക്കാരായി ശോഭിക്കാൻ കഴിയുന്നവരും. ശനിയുടെ സ്വഭാവമായ മന്ദഗതി ഇവരുടെ പ്രവർത്തനങ്ങളിലും പ്രകടമായിരിക്കും. അതായത് ആലോചിച്ചിരുന്ന് നല്ല സമയങ്ങളെല്ലാം പാഴാക്കി കളയുന്നതും ഇവരുടെ പ്രത്യേക സ്വഭാവമാണ്. അടിയുറച്ച കർത്തവ്യബോധവും ദൃഢനിശ്ചയവും ഇവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ വളരെ സഹായിക്കുന്നു. ജലരാശി ആയതുകൊണ്ട് ജലവുമായോ ജലത്തിൽ നിന്നുള്ള വസ്തുക്കളുമായോ ബന്ധമുള്ള തൊഴിലായിരിക്കും ഇവർക്ക് ശോഭിക്കുക. വിശാലമായ മനസ്ഥിതിക്കാരും ദീർഘവീക്ഷണമുള്ളവരും കാലത്തിനതീതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദീർഘായുസ്സും ഭാഗ്യവും അനുഭവിക്കുന്ന യോഗമുണ്ട്. ഇക്കൂട്ടർ സുഖലോലുപരും ശാരീരികമായി വൈഷമ്യങ്ങൾ സഹിക്കാൻ കഴിയാത്തവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ചിട്ടയായ ജീവിതരീതി ഇവർക്കധികം പേർക്കും ഉണ്ടാകാറില്ല. എപ്പോഴും ചിന്താമഗ്നരായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത്. രാശ്യാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. വൈവാഹിക ജീവിതം പൂർണ്ണമായും സന്തോഷപ്രദമായിരിക്കും. പൂയം നക്ഷത്രക്കാർ അധികവും ധർമ്മനിഷ്ഠയുള്ളവരും സൗഹൃദയരും കുലീനരും സമാധാനപ്രിയരും ആഭിജാത്യമുള്ളവരും സൽസ്വഭാവികളുമായിരിക്കും. വിവാഹത്തിനു മുമ്പ് പല ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും വിവാഹശേഷം സംതൃപ്തമായ ജീവിതമായിരിക്കും ഇവർക്ക് അധികവും ഉണ്ടാകുന്നത്. പൂയം നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ കർക്കശ സ്വഭാവക്കാരും മടിയന്മാരും ജലയാത്രയിൽ ഇഷ്ടമുള്ളവരും ആയിരിക്കും. ജീവിത പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ഇവരിൽ കണ്ടുവരാറുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വസ്ഥമായ ജീവിതം നയിക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇടയ്ക്കിടെയുള്ള കുടുംബ കലഹത്തിനോ പതിവിരഹത്തിനോ സാധ്യതയുണ്ട്. ഇവരുടെ ഭർത്താക്കന്മാർ പലവിധ മാറ്റങ്ങൾക്കും വിധേയരാകുകയും സംശയാലുക്കളുമാകുന്നതിനാൽ പൂയം നക്ഷത്രക്കാരികൾക്ക് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു. പൂയം നക്ഷത്രത്തിന് പൂരാടം വേദനക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തെക്കുറിച്ച് ഇന്ന് ഇത്രയുമാണ് പറയുവാനുള്ളത്.